എവിടെ പോവാ? സ്കൂൾ ഇപ്പൊ നമ്മുടെ കേശുട്ടന്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ. കേശു ഹാപ്പി ആണോ? പക്ഷെ നമ്മുടെ കേശുട്ടന്റെ പഴയ ഫ്രണ്ട്സിനൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇയാളുടെ ഡിവിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്താണ് കേട്ടോ സ്കൂളിലോട്ട് പോകുന്നത്. നമ്മുടെ കേശുട്ടന് 8-10 ആകുമ്പോഴത്തേന് ക്ലാസ് തുടങ്ങും. നമ്മളിപ്പോ 7:45 ആയിട്ടുണ്ട് കേട്ടോ. സ്കൂളിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് കേശുട്ടനെ പഴയ ക്ലാസ്സിലോട്ട് തന്നെയാണ് കേട്ടോ ഇരുത്തുന്നത്. എന്നിട്ടാണ് അവിടെ നിന്നാണ് പുതിയ മിസ് വന്നിട്ട് ഇവരെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരോടാണ് കേട്ടോ ഇന്ന് ഫസ്റ്റ് ഡേ കേശുട്ടനെ കൊണ്ട് പോകുന്നത്. നമ്മുടെ മാധു അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ മാധുട്ടനും അമ്മയും ചേച്ചിയും കൂടെ ആണ് കേട്ടോ വരുന്നത്. എന്താ ഇത്രയും നേരത്തെ ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ കേശുട്ടന്റെ ആ ഒരു സ്കൂളിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, അത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പം ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വണ്ടിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുള്ളത്. കേശുക്കുഞ്ഞിന് വിഷമമുണ്ടോ? കേശുക്കുഞ്ഞിന്റെ ഫ്രണ്ട്സിനെയൊക്കെ പിരിഞ്ഞിട്ട് വേറെ ക്ലാസ്സിലോട്ട് പോകുന്നോണ്ട് പാർക്കിൽ വിടുമ്പോ എല്ലാരെയും കാണാൻ പറ്റും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ കേശുട്ടൻ. ഇതാണ് കേട്ടോ നമ്മുടെ കേശുട്ടന്റെ സ്കൂളിലോട്ട് പോകുന്ന ഒരു വഴി എന്ന് വെച്ചാല് ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ കാറിലൊക്കെ വരുന്നവർക്ക് പോകാൻ. പക്ഷെ ഈ 2 വീലറുകാർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് ഇങ്ങ് പോവാം. ഈ ഒരു റോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടിയും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി എല്ലാം കൊണ്ട് നമ്മുടെ റോഡ് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി അങ്ങോട്ട് പോവാനായിട്ട്. ഇവിടെ വേറെ ഹൈസ്കൂളുണ്ട്, ഇവരുടെ സ്കൂളിന്റെ തന്നെയാണ് കേട്ടോ. ഇല്ല, ഞാൻ സൗണ്ട് വെക്കുമെന്ന് പറഞ്ഞിട്ട് മനുചേട്ടൻ ഇവിടെ കിടന്ന് പറയുന്നുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ പോവാണെന്ന്. അങ്ങനെ നമ്മുടെ കേശുട്ടന്റെ സ്കൂള് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേശുട്ടന്റെ സ്കൂളിന്റെ എൻട്രി ഗേറ്റ് കണ്ടോ. ഇന്ന് ഓപ്പണിംഗ് ആയതുകൊണ്ടായിരിക്കും വണ്ടി ഇടാൻ സ്ഥലമില്ലാത്തത്. ഇവരുടെ യൂണിഫോം ഫുള്ള് ചേഞ്ച് ആയി കേട്ടോ. വണ്ടി ഇടാൻ ഇടൊന്നു ഇവിടെ ഫുള്ള് നോക്ക്, വണ്ടി ഇടാൻ ഒരു ശകലം പോലും സ്ഥലമില്ല കേട്ടോ. ഇതിപ്പോ 2 വീലറെ വന്നാൽ മതിയായിരുന്നു. ഇവിടെ LKG-കാർക്ക് മാത്രം ഇന്നല്ല കേട്ടോ ഓപ്പണിംഗ്, അവർക്ക് 5th-നാണ്. ബാക്കി UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡും ഒക്കെയാണ് ഇന്ന് ഓപ്പണിംഗ് ഉള്ളത് കേട്ടോ. വണ്ടി ഇവിടെ എങ്ങും ഇടാനുള്ള ഒരു ഗ്യാപ്പില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് താഴോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. താഴെ എവിടാന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു വണ്ടി പോലും ഇടാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ അവിടെ ഗ്രൗണ്ടിൽ പോകാൻ തോന്നുന്നു കേട്ടോ. ഗ്രൗണ്ടിൽ ഇടാനായിരിക്കും അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഫുള്ള് വണ്ടി കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാവാം തിരക്ക് കാരണം ഞാനും നമ്മുടെ കേശുട്ടൻ എന്താ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. മനുചേട്ടൻ വണ്ടി എവിടെയോ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, എവിടെയാണെന്നൊന്നും അറിയില്ല. ഞങ്ങളിതാ ആ ഒരു ക്ലാസ്സിൻ്റെ വാതൊക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നേ. നമ്മുടെ ക്ലാസ്സിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ വാതൊക്കെ തന്നെ നിന്നു മനുചേട്ടൻ വരുന്നതും കാത്ത്. എന്നിട്ട് മനുചേട്ടൻ വന്നപ്പോഴത്തേനും നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മുടെ മാധൂട്ടൻ്റെ ആ ഒരു പഴയ ക്ലാസ് ഉണ്ടല്ലോ LKG, ആ ഒരു ക്ലാസ്സിലോട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അവനെ ആ ഒരു LKG ക്ലാസ്സിൽ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാധൂട്ടൻ്റെ പഴയൊരു ക്ലാസ്, അതായത് നമ്മുടെ കേശുട്ടൻ്റെയും LKG ക്ലാസ് ഇത് സെയിം തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ മിസ്സുമാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് പോകുന്ന കുട്ടികളെല്ലാം
പഴയ UKG ക്ലാസ്സിലോട്ട് പോകാനായിട്ട് നമ്മുടെ കേശുട്ടൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ തിരഞ്ഞു പിടിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ അവരുടെ രണ്ടുപേരുടെയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് അധികം എടുത്തിട്ടില്ല, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്ലാസ്സിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് താഴെ വന്നപ്പോഴത്തേനും നമ്മുടെ താരം മാധൂട്ടനും എത്തിയിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് നല്ല രീതിയിൽ കരഞ്ഞു കൂവി പോയിട്ടുണ്ടായിരുന്ന മാധൂട്ടൻ ആളാകെ മാറിയിട്ടുണ്ടായിരുന്നു. അവൻ നല്ല രീതിയിൽ ചിരിച്ച് ഉല്ലസിച്ചാണ് കേട്ടോ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ക്ലാസ്സിലെ വീഡിയോസൊക്കെ എടുത്തപ്പോഴത്തേനും അവന്മാരെല്ലാവരും അസംബ്ലിക്ക് കൊണ്ടുപോകുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ക്ലാസ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞില്ലേ 8:10 നമ്മൾ ആ ഒരു ടൈം തൊട്ട് 10:15 വരെയൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലാണ് നമ്മുടെ UKG ക്ലാസ്സിലെ ടീച്ചർമാർ അവരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അവിടെ തൊട്ട് കൊണ്ടുപോകുന്നത്. രണ്ടും 2 സെക്ഷനായിട്ടാണ്, LKG UKG പിന്നെ നമ്മുടെ pre-KG ഉണ്ടല്ലോ അത് എല്ലാം കൂടെ ഒരു സെക്ഷനും, പിന്നെ ഫസ്റ്റ് തൊട്ട് വേറൊരു സെക്ഷനും, പിന്നെ 5th തൊട്ടാണെന്ന് തോന്നുന്നു അത് വേറൊരു സെക്ഷനുമായിട്ടാണ് നമ്മുടെ UKG കുട്ടികളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. ABCDE അങ്ങനെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ കേശുട്ടൻ്റെ ഡിവിഷനാണ്, UKG B ആണ്. പക്ഷേ ഈ ആശാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ ഡിവിഷനിലാണ്, നമ്മുടെ എയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇയിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും ഒരു 5th തൊട്ട് ഇയിലാണ് കേട്ടോ പഠിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കേശുട്ടൻ ആദ്യമേ തന്നെ ഇയിലോട്ട് പോയപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരെ എല്ലാം കൊണ്ടുപോയിട്ട് അവർ അസംബ്ലി ഹാളിലോട്ട് ലൈനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നതാ. ഇവിടുന്ന് പേര് വിളിച്ച് അവരവരുടെ മിസ്സുമാർ അവരെ കളക്ട് ചെയ്ത് അവരവരുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് എനിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ സെയിം ക്ലാസ്സിൽ തന്നെ ആയിരിക്കും പഠിച്ച് പോകുന്നതും. അപ്പം നമുക്ക് സെയിം ഫ്രണ്ട്സും ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇവർക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഷഫ്ലിംഗ് ആണ്. അപ്പം പല ക്ലാസ്സുകൾ ഇങ്ങനെ മാറി വരും. അതുകൊണ്ട് തന്നെ അവർക്കും വലിയ വിഷമമൊന്നും കാണില്ലെന്ന് സ്കൂളൊക്കെ മാറുന്ന ആ ഒരു ടൈമിലും. ഇങ്ങനെ പേരൊക്കെ വിളിച്ച് നമ്മുടെ കുട്ടികളെ ക്ലാസ്സിലോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മുടെ പ്രെയർ ടീമിലുള്ള കുട്ടികൾ വന്നിട്ട് പ്രെയറൊക്കെ ചൊല്ലിയിട്ട് ആണ് കേട്ടോ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉള്ള കൂട്ട് തന്നെയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ സ്കൂൾ തറപ്പ് വിശേഷങ്ങൾ കാര്യങ്ങളും ഒക്കെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.